പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം എന്നീ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കുവാൻ, ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് വരുവാൻ ദൈവമായ കർത്താവ് നമുക്ക് ഒരുക്കി തന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പുത്തൻ പ്രഭാതം, പുതിയ പുലരി, ആയുസ്സിൽ കാണാത്തൊരു ദിവസം, ആരോഗ്യത്തോടെ ബലത്തോടെ കാണുവാൻ ഉദയസൂര്യൻ്റെ പൊൻകിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റുകൊണ്ട്, പുറമേയുള്ള ശരീരത്തിൽ ഏറ്റുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് വന്ന്, കണ്ണു തുറന്ന് എഴുന്നേറ്റ് വന്ന് ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും, പ്രകൃതി രമണീയമായ നല്ല സാഹചര്യങ്ങളും സൗഭാഗ്യങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകളും ഓർത്ത് കർത്താവിനോട് നമ്മുടെ നാവ് കൊണ്ട് നന്ദി പറഞ്ഞ്, ഹൃദയം കൊണ്ട് കർത്താവിനോട് നന്ദി പറയുമ്പോൾ തന്നെ മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുന്ന, ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുന്ന നീതിസൂര്യൻ്റെ പ്രകാശം നമ്മുടെ അന്തരംഗത്തിൽ വ്യാപിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയോടുകൂടെ ദൈവവചന ധ്യാനത്തിനായി നമുക്ക് ഒരു വചനം വായിക്കാം. 61-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 3-ാമത്തെ വാക്യം. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഒത്തിരി പരിചയമില്ലെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ പറയുകയും നമുക്കറിയുകയും ചെയ്യുന്നൊരു വാക്കാണ് 61-ാം സങ്കീർത്തനത്തിന്റെ 61-ാം സങ്കീർത്തനം. അതിന് 3-ാമത്തെ വാക്യം പറയുന്നു, നീ എനിക്കൊരു സങ്കേതവും. ദൈവത്തെക്കുറിച്ചാണ്, ദൈവത്തോടാണ് പറയുന്നത്, ദാവീദാണ് പറയുന്നത്. നീ എനിക്കൊരു സങ്കേതം. ദൈവം തമ്പുരാൻ സങ്കേതമായിരുന്നു. സങ്കേതം എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ യുദ്ധം വരുമ്പോൾ ഒളിക്കാനുള്ള ആ സങ്കേത നഗരങ്ങൾ, കോട്ടയ്ക്കകത്ത് കൊത്തളങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് ശത്രു നേരെ യുദ്ധം ചെയ്യുമ്പോൾ, പഴയ കാലത്തൊക്കെ അമ്പും വില്ലുവോ വാളും ഒക്കെ വെച്ച് യുദ്ധം ചെയ്യുമ്പോൾ ആ കയറി ഒളിക്കാനുള്ള ഒരിടമായിരുന്നു ഈ കൊത്തളങ്ങൾ, അല്ലെങ്കിൽ പറയുന്ന ഈ സങ്കേത നഗരം എന്ന് പറയുന്നത്. കോട്ട ഉണ്ടാക്കുമ്പോൾ കോട്ടകളുടെ ഇടയ്ക്കിടയ്ക്ക് ഈ സങ്കേതങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇത് രക്ഷപ്പെടാനുള്ള ആ കൊത്തളങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇത് നീ എനിക്കൊരു സങ്കേതവും. ഇത് ദൈവത്തെ സങ്കേതമായിട്ട് രക്ഷപ്പെടാനുള്ള ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി, ശത്രുവിന്റെ ഉപദ്രവം സഹിക്കൂടാതെ എന്തു ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ദൈവത്തെ സങ്കേതമാക്കുകയും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ, ശത്രു അമ്പെയ്യുമ്പോൾ, ശത്രു യുദ്ധം ചെയ്യുമ്പോൾ അത് നമ്മുടെ മേലേക്കാൾ പരിച പോലെ ദൈവത്തെ ഒരു ഗോപുരമാക്കി, സ്വർഗീയ സൈന്യത്തെ ഗോപുരമാക്കി പിന്നിൽ ഒളിക്കുന്ന ദാവീദ്. അതാണ് ഇവിടെ പറയുന്നത്. 61-ാം സങ്കീർത്തനം ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. ദൈവ സംരക്ഷണത്തിനായിട്ട് ഒരു ഭക്തൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 61-ാമത്തെ സങ്കീർത്തനം. അങ്ങനെ തന്നെ കാണാം. അപ്പൊ കൂടാരത്തിൽ അഭയം പ്രാപിക്കുന്ന ഒരു ഭക്തന് ദൈവം കൊടുക്കുന്ന സംരക്ഷണം, ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിൽ അഭയം പ്രാപിക്കുന്ന ദൈവഭക്തന് ദൈവം കൊടുക്കുന്ന സംരക്ഷണം. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ, ശത്രുവിന്റെ ആ ഭീഷണി ഹേതുവായി, ശത്രുവിന്റെ ഉപദ്രവ ഹേതുവായി രക്ഷപ്പെടാൻ മാർഗമില്ലാതെ എന്തു ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ, ആരാരും സഹായമില്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു ഭക്തന് ദൈവ സങ്കേത നഗരമായും ഗോപുരമായും വെളിപ്പെട്ടു വരുന്നതാണ് ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം. അതുകൊണ്ടാണ് ഈ 1-ാമത്തെ വാക്യം തന്നെ അവർ, ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞ് എല്ലാ ആശ്രയവും നഷ്ടപ്പെട്ട്, ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തിൽ ആശ്രയിക്കാൻ ഒരു ഇടമില്ലാതെ എല്ലാ ആശ്രയത്വവും നഷ്ടപ്പെട്ട് മറ്റാരാലും ഒരു ആശ്രയം കിട്ടാതിരിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് ഓടി വന്ന് ആശ്രയിക്കുന്ന ഭക്തൻ പറയുക, ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. അടുത്ത വാക്യമാണ് ഏറ്റവും പ്രധാനവും ഹൃദയഭേദകവുമായത്. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായിരിക്കുന്ന പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. വചനം കേട്ടോ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ഈ ഭൂമിയുടെ വെയിലും ചൂടും മഴയും കാറ്റുമേറ്റിട്ട് എന്റെ ഹൃദയം ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, മരുഭൂമി യാത്രയിൽ ഈ ലോക ജീവിതത്തിൽ ആളുകളുടെ പറച്ചിലും ഭയങ്കരമായ അതിലിന് നേരെയുള്ള ചീറ്റലും കേട്ട് ഹൃദയം ക്ഷീണിക്കാൻ സാധ്യതയുണ്ടെന്ന്. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. വചനം കേട്ടോ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. അടുത്ത വാക്ക്, എനിക്ക് അത്യുന്നതമായിരിക്കുന്ന പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. കൊരിന്ത്യലേഖനം പറയുന്ന അവരെ അനുഗമിച്ച് ആ പാറയുണ്ട്. ആ പാറ ക്രിസ്തുവാകുന്നു.
യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ദാവീദ് വിളിച്ചു പറയുക, എനിക്ക് അത്യുന്നതമായിരിക്കുന്ന പാറയെങ്കിലേക്ക് ഞാൻ നടത്തണമേ. ആശ്രയിക്കാൻ കൊള്ളാവുന്ന പാറ, പിളർന്നതാം ഒരു പാറ, കാൽവരി ക്രൂശിൽ പിളർക്കപ്പെട്ട ഒരു പാറ, ആശ്രയിക്കാൻ കൊള്ളുന്ന ഒരു പാറ, യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തു. ആ പാറയിലേക്ക് എന്നെ നടത്തണമേ. അടുത്ത വാക്കാണ് നമ്മുടെ കുറിവാക്യം വായിച്ചത്. എനിക്കൊരു സങ്കേതവും ശത്രുവിന് നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നുവല്ലോ. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകിൻ മറവിൽ ശരണം പ്രാപിക്കും. കേട്ടോ, അതാ ഭക്തൻ പറയുന്ന വാക്ക്. ഞാൻ നിന്റെ കൂടാരത്തിൽ വസിക്കും. ചിറക് വിരിച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ കൂടാരത്തിനകത്ത് വസിക്കും, നിന്റെ ചിറകിന്റെ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ഒരു ഭക്തൻ പറയുക, കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ മറയ്ക്കുന്ന ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കും. ഒരു ഭക്തന്റെ പ്രാർത്ഥനയായത്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോ, കുഞ്ഞെ, നിനക്ക് ആശ്രയിക്കാൻ ഒരു പാറയുണ്ട്, നിനക്ക് ശരണം തരുന്ന ഒരു ചിറകുണ്ട്, ശത്രുവിന്റെ നോട്ടമേൽക്കാതെ നിന്നെ സംരക്ഷിക്കുന്ന വിശാലമായ ദൈവത്തിന്റെ ചിറകുണ്ട്. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തു നിന്ന് വിളിച്ചു പേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. അത്യുന്നതനായ പാറയിലേക്ക് നടത്തുന്ന ഒരു ദൈവം നിനക്കുണ്ട്. അതുകൊണ്ടാ ഇന്ന് നമ്മൾ വായിച്ച വാക്യം, നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന് നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നു. കുഞ്ഞേ, ദൈവം നിനക്കൊരു സങ്കേതമാ, ദൈവം നിനക്കൊരു ആശ്രയത്വമാ, നിനക്ക് പ്രൊട്ടക്ഷനാ, ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരമാ. ഇതിനകത്ത് നീ കടന്നാൽ ശത്രു നിന്നെ തൊടത്തില്ലെന്ന്. ഈ സങ്കേത നഗരത്തിനകത്തു നീ കടന്നു എന്നുള്ള പരമാർത്ഥമാണെങ്കിൽ പിന്നെ ഒരു കണ്ണിനും ഒരു ശത്രുവിനും നിന്നെ കിട്ടുകയില്ല. കാരണം നീ ഉറപ്പുള്ള സങ്കേത നഗരത്തിലാ അഭയം തേടിയിരിക്കുന്നത്. ആ സങ്കേത നഗരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആ വാക്യം, നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നുവല്ലോ. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ആ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വചനം അങ്ങനെ തന്നെ ജനത്തിന് കൈമാറുന്നു. ദൈവമേ, നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമായി എന്നെ വഴി നടത്തുന്നതിനായി സ്തോത്രം. മരുഭൂമി യാത്ര തീരുവോളം നിത്യതയിൽ എത്തുന്നത് വരെ ദൈവം ഞങ്ങളെ നടത്തുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ കരത്തിലേക്ക് ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു ഭക്തനായ ദാവീദ് പ്രാർത്ഥിക്കുന്നത് പോലെ ആ അത്യുന്നതനായ പാറയിങ്കലേക്ക് ഞങ്ങളെ നടത്തുന്ന ദൈവസ്നേഹത്തിനായി നന്ദി. നിന്റെ കൂടാരത്തിൽ ഞങ്ങളെ മറയ്ക്കുന്നതിനായി സ്തോത്രം. ആ വിശാലമേറെ ചിറകടിക്കകത്ത് ഞങ്ങളെ പരിപാലിക്കുന്നതിനായി നന്ദി പറയുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ദിവസം അനുഗ്രഹമാകട്ടെ. നിത്യതയിലെത്തുന്നവരെ കൂടാരത്തിന്റെ മറവിൽ ഒളിപ്പിക്കുന്ന ദൈവസ്നേഹത്തിനായി നന്ദി പറയുന്നപ്പ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇട്ടിക്കാൻ സ്തോത്രം. എല്ലാ മാനവമഹത്വത്തോടെ നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.